നമുക്ക് സ്ട്രെയിറ്റ് ലൈനിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് എക്സ് ആക്സിസ്. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് എക്സ് ആക്സിസ്. എക്സ് ആക്സിസിൻ്റെ ഇക്വേഷൻ എന്ത്? എക്സ് ആക്സിസിൽ y 0 ആണെന്നറിയാലോ. അപ്പം അതിൻ്റെ ആൻസർ എന്താണ്? y ഈക്വൽസ് 0. അതാണ് എക്സ് ആക്സിസിലെ ഇക്വേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഇക്വേഷൻ ഓഫ് ലൈൻ ഈസ് equation of line is 3x plus 2y minus 12 equals 0. ഇതൊരു ലൈനിൻ്റെ ഇക്വേഷനാണ്. ഫൈൻഡ് ഇറ്റ്സ് സ്ലോപ്പ്. അതിൻ്റെ സ്ലോപ്പ് കാണണം. y intercepts കാണണം. ആൻഡ് എക്സ് ഇൻ്റർസെപ്റ്റ്സും കാണണം. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എടുത്ത് എഴുതാം. 3x plus 2y minus 12 equals 0. യെസ്. ഇനി നമുക്ക് സ്ലോപ്പ് കാണാം. ഒരു ഇക്വേഷൻ തന്നാൽ സ്ലോപ്പ് കാണാൻ ഒരു ഫോർമുല ഉണ്ട്. എക്സിൻ്റെ കോഎഫിഷ്യൻറ്റിനാണ് എ എന്ന് പറയുന്നത്, വൈയുടെ കോഎഫിഷ്യൻറ്റിനാണ് ബി എന്ന് പറയുന്നത്. എക്സോ വൈയോ ഇല്ലാതെ കാണുന്ന നമ്പറാണ് കോൺസ്റ്റൻറ്റ്, അതായത് സി. അപ്പോൾ എ കിട്ടി 3, ബി കിട്ടി 2, സി കിട്ടി -12. സ്ലോപ്പ് കാണാനൊരു ഫോർമുല ഉണ്ട്, -a/b. അതാണ് സ്ലോപ്പ് കാണാനുള്ള ഫോർമുല. -a/b എന്ന് പറയുമ്പോൾ എ എന്താണ്? എ 3 ആണല്ലേ, 3. -a എന്ന് പറയുമ്പോഴാണ് -3 ബൈ ബി എന്താണ്? 2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? സ്ലോപ്പ് -3/2 എന്ന് കിട്ടി. ഇനി നമുക്ക് എക്സ് ഇൻ്റർസെപ്റ്റും വൈ ഇൻ്റർസെപ്റ്റും കാണണം. അതിനും ഫോർമുലകളുണ്ട്. എക്സ് ഇൻ്റർസെപ്റ്റ് കാണാനുള്ള ഫോർമുലയാണ് -c/a. അതാണ് -c/a. നമുക്കറിയാം സി എന്ന് പറയുന്നത് -12 ആണ്. അപ്പോൾ -12 അല്ലേ, -c എന്ന് പറയുമ്പോൾ c -12 ആണ്. -c എന്ന് പറയുമ്പോൾ -12 ബൈ എ എന്ന് പറയുന്നത് എത്രയാണ്? 3. 2 മൈനസുകൾ വരുമ്പോൾ പ്ലസ്സായി പോകും. 12/3 ദാറ്റ് ഈസ് 4. എക്സ് ഇൻ്റർസെപ്റ്റ് കാണാൻ ഫോർമുല ഉണ്ട്, -c/a. 12/3 കിട്ടി, 4 എന്ന് കിട്ടി. അങ്ങനെ വൈ ഇൻ്റർസെപ്റ്റ് കാണാം. വൈ ഇൻ്റർസെപ്റ്റ് കാണാൻ അതിനുമുണ്ട് ഒരു ഫോർമുല. എന്താണ്? -c/b ആണ്. y ആകുമ്പോൾ b വരും, എക്സ് ആണെങ്കിൽ a വരും. -c/b. -c നമുക്കറിയാം -12. -12 ആണ് c. -c എന്ന് പറയുമ്പോൾ ഒരു മൈനസ് കൂടി വേണം അല്ലേ. b 2. അപ്പോൾ +12/2 ദാറ്റ് ഈസ് 6. അപ്പോൾ എക്സ് ഇൻ്റർസെപ്റ്റ് കിട്ടി, നമുക്ക് വൈ ഇൻ്റർസെപ്റ്റ് കിട്ടി. അത്രയല്ലേ കാണാൻ ചോദിച്ചിട്ടുള്ളൂ. യെസ്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. 3ാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ലൈൻ find the equation of the line perpendicular to the line x minus 7y plus 5 equals 0 and passing through 2 minus 3. അപ്പോൾ ഒരു ഇക്വേഷൻ ഓഫ് ലൈൻ തന്നിട്ടുണ്ട് അല്ലേ. ആ ഒരു ഇക്വേഷൻ ഓഫ് ലൈൻ തന്നിട്ട് ആ ലൈൻ പാസ് ചെയ്യുന്ന ഒരു പോയിന്റ് തന്നിട്ടുണ്ട് 2 - 3. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദി ലൈൻ പെർപെൻഡിക്കുലർ ടു ദി ലൈൻ x minus 7y plus 5 equals 0.
അപ്പോൾ ഇതൊരു ലൈനിൻ്റെ ഇക്വേഷനാണ്. ആ ലൈനിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. എന്നിട്ട് പിന്നെ എന്തിനാണ് ലൈനിൻ്റെ ഇക്വേഷൻ ചോദിച്ചിരിക്കുന്നത്? ഈ ലൈനിൻ്റെ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഈ ലൈനിന് പെർപെൻഡിക്കുലർ, ഇതാണ് ഈ ലൈൻ, ഇതാണ് ഈ ലൈൻ. ഈ ലൈനിന് പെർപെൻഡിക്കുലറായിട്ട് മറ്റൊരു ലൈനുണ്ട്, അതിൻ്റെ ഇക്വേഷനാണ് കാണേണ്ടത്. ഈ രണ്ടാമത്തെ ലൈനിൻ്റെ ഇക്വേഷനാണ് കാണേണ്ടത്. ആ ലൈൻ പാസ് ചെയ്യുന്നത് 2 - 3 2 - 3 അങ്ങനെയാണ് ഇരിക്കുന്നത്. നമുക്കറിയാം രണ്ട് ഇക്വേഷൻസ്, രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അവയുടെ സ്ലോപ്പിൻ്റെ പ്രോഡക്റ്റ് -1 ആയിരിക്കും. ആ സങ്കല്പം വെച്ച് വേണം നമുക്ക് ചെയ്യാൻ. അപ്പോൾ എന്തായാലും നമുക്കൊരു ലൈൻ തന്നിട്ടുണ്ടല്ലോ, ഒരു ലൈൻ, ആദ്യത്തെ ഒരു ലൈൻ തന്നിട്ടുണ്ട്. ആ ലൈനിൻ്റെ സ്ലോപ്പ് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. ലൈനിൻ്റെ സ്ലോപ്പ് കാണാനുള്ള ഫോർമുല -a/b. കുറച്ച് തൊട്ട് മുമ്പിലത്തെ പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്തു അല്ലേ, -a/b. യെസ്. ഇന്നത്തെ എ ഒക്കെ എഴുതാം നമുക്ക്. എ എന്ന് പറയുന്നത് എക്സിൻ്റെ കോഎഫിഷ്യൻ്റായ 1 ആണ്. ബി എന്ന് പറയുന്നത് വൈൻ്റെ കോഎഫിഷ്യൻ്റായ -7 ആണ്. ഓക്കെ, അപ്പോൾ -a/b. -a/b എന്ന് പറയുന്നത് എ എന്ന് പറയുന്നത് 1 ആണ്. -a എന്ന് പറയുന്നത് -1 b എന്ന് പറയുന്നത് -7. ദാറ്റ് ഈസ് 7. ഓക്കെ, അപ്പോൾ സ്ലോപ്പ് ഓഫ് ഫസ്റ്റ് ലൈൻ, ഫസ്റ്റ് ലൈനിൻ്റെ സ്ലോപ്പാണ്. ഫസ്റ്റ് ലൈനിൻ്റെ സ്ലോപ്പ് നമുക്ക് m1 എന്ന് പറയാം. യെസ്, m1. ഫസ്റ്റ് ലൈനിൻ്റെ സ്ലോപ്പ് കിട്ടി. ഇനി സെക്കൻഡ് ലൈനിൻ്റെ ഇക്വേഷനാണ് തന്നിരിക്കുന്നത്. ആ ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള സെക്കൻഡ് ലൈനിൻ്റെ ഇക്വേഷനാണ് നമുക്ക് കാണേണ്ടത് അല്ലേ. യെസ്. അപ്പോൾ സെക്കൻഡ് ലൈനിൻ്റെ സ്ലോപ്പാണ് എന്താ വഴി? നമുക്കറിയാം ഫസ്റ്റ് ലൈനിൻ്റെ സ്ലോപ്പും സെക്കൻഡ് ലൈനിൻ്റെ സ്ലോപ്പും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ -1 കിട്ടണം. അതാണ് ഒരു ലൈൻ, രണ്ട് ലൈൻ പെർപെൻഡിക്കുലർ ആണെങ്കിൽ രണ്ട് ലൈനിൻ്റെയും സ്ലോപ്പുകളുടെ പ്രോഡക്റ്റ് -1 ആയിരിക്കും. അങ്ങനെ നമുക്ക് സെക്കൻഡ് ലൈനിൻ്റെ സ്ലോപ്പല്ലേ വേണ്ടത്. യെസ്, -1 ഇവിടെ ഉണ്ട്. അപ്പോൾ m2 കാണാൻ -1നെ m1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ. യെസ്, അപ്പോൾ -1 ഡിവൈഡ് ബൈ m1. m1 എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ലൈനിൻ്റെ സ്ലോപ്പാണ്, 7 ആണ് അല്ലേ. ആ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ, മതി. 7 ആണോ 1/7 ആണോ? 1/7 ആണ്. അപ്പോൾ ചെറിയ തെറ്റ് പറ്റി. -1/7 = 1/7 ആണ്. അപ്പോൾ -1 ഇവിടെ ഉണ്ട്. m1 എന്ന് പറയുന്നത് 1/7 ആണ്. 1/7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. നമുക്കറിയാം ഒരു നമ്പറിനെ ഒരു ഫ്രാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ ആ ഫ്രാക്ഷൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടി -7 കിട്ടി. അല്ലെങ്കിൽ മറ്റൊരു എളുപ്പ വഴി പറയാം. ഇപ്പോൾ രണ്ട് ലൈൻ പെർപെൻഡിക്കുലർ ആണെന്നിരിക്കട്ടെ. ഫസ്റ്റ് ലൈനിൻ്റെ സ്ലോപ്പ് എത്രയായിരുന്നു? 1/3. സെക്കൻഡ് ലൈൻ 1/7. സെക്കൻഡ് ലൈനിൻ്റെ സ്ലോപ്പാണ് എന്ത് ചെയ്യേണ്ടത്? സെക്കൻഡ് ലൈനിൻ്റെ സ്ലോപ്പാണ് ഒരു ലൈനിൻ്റെ സ്ലോപ്പുണ്ട്, ഫസ്റ്റ് ലൈനിൻ്റെ സ്ലോപ്പുണ്ട്. സെക്കൻഡ് ലൈനിൻ്റെ സ്ലോപ്പ് കാണണമെങ്കിൽ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയും? ഫസ്റ്റ് ലൈനിൻ്റെ സ്ലോപ്പിൻ്റെ റെസിപ്രോക്കൽ കണ്ടിട്ട് ഓപ്പോസിറ്റ് സൈൻ ആക്കിയാൽ മതി. അല്ലോ, ഒന്നുകൂടെ ഞാൻ പറയാം. ഫസ്റ്റ് ലൈനിൻ്റെ സ്ലോപ്പ് -3 ആണെന്നിരിക്കട്ടെ. സെക്കൻഡ് ലൈനിൻ്റെ സ്ലോപ്പ് കാണാൻ ഇതിൻ്റെ റെസിപ്രോക്കൽ കാണുക. യെസ്, അപ്പോൾ സൈൻ എടുക്കരുത്, റെസിപ്രോക്കൽ ഉണ്ട്. എന്നിട്ട് അതിന് സൈൻ ഓപ്പോസിറ്റ് ആക്കിയാൽ മതി. മൈനസ് ആണെങ്കിൽ പ്ലസ് ആക്കിയാൽ മതി. ഇതാണ് കണ്ട. ഒരെണ്ണം പറയാം. ഫസ്റ്റ് ലൈനിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് 5 ആണെന്നിരിക്കട്ടെ. സെക്കൻഡ് ലൈൻ സ്ലോപ്പാണ് എന്ത് ചെയ്യണം? അതിൻ്റെ റെസിപ്രോക്കൽ കണ്ടിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈൻ ഇട്ടാൽ മതി. ഓക്കെ, ഇങ്ങനെയൊന്നും എഴുതണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ സെക്കൻഡ് ലൈനിൻ്റെ സ്ലോപ്പ് കിട്ടി. യെസ്, സെക്കൻഡ് ലൈനിൻ്റെ ഇക്വേഷനിലാണ്ട് സെക്കൻഡ് ലൈനിൻ്റെ സ്ലോപ്പ് കിട്ടി. ആ സെക്കൻഡ് ലൈൻ പാസ് ചെയ്യുന്ന ഒരു പോയിൻറ്റും നമ്മുടെ കയ്യിലുണ്ടല്ലേ. ആ പോയിൻ്റ് ഏതാണ്? 2 - 3. അപ്പോൾ സ്ലോപ്പും കിട്ടി, അത് പാസ് ചെയ്യുന്ന പോയിൻറ്റും കിട്ടിയാൽ നമുക്ക് ഇക്വേഷൻ ഓഫ് ലൈൻ കാണാം. ഇക്വേഷൻ ഓഫ് ലൈൻ കാണണമെങ്കിൽ y - y1, അതതിൻ്റെ ഫോർമുലയാണ്. y - y1 = m × x - x1. ഓക്കെ, y എന്ന് പറഞ്ഞാൽ y തന്നെ. y1 എന്ന് പറഞ്ഞാൽ ഈ പോയിൻ്റ് തന്നിട്ടുണ്ടോ? ആ പോയിൻറ്റിൻ്റെ y ആണ് y1. അപ്പോൾ -3. ആ -3 ഞാൻ ഇങ്ങനെ ഇട്ടോ, പ്ലസ് ആയിപ്പോയി. ഓക്കെ, സ്ലോപ്പ് -7. x തന്നെ. x1 ഈ പോയിൻറ്റിൻ്റെ x 2. നമുക്ക് ചെയ്യാം. y + 3 = മൾട്ടിപ്ലൈ ചെയ്ത് പുറത്തിറക്കാം. അങ്ങനെ -7 × x -7x -7 × -2 + 14. ഓക്കെ,
ഇനി എല്ലാം ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. y പ്ലസ് 3 -7x ഇവിടെ കൊണ്ടുവരുമ്പോൾ +7x -14 = 0. ഓക്കെ, എക്സ് ഉള്ള ആദ്യം ഞാൻ എഴുതി, y ഉള്ള എഴുതി. 3 -14 ഡിഫറൻറ്റ് സൈൻ വേണ്ടി മൈനസ് ചെയ്തിട്ട് വലുതിൻ്റെ സൈൻ ഞാൻ ഇട്ടു. അപ്പോൾ നമുക്ക് ആ സെക്കൻഡ് ലൈനിൻ്റെ ഇക്വേഷൻ കിട്ടി. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു പ്രോബ്ലത്തിലോട്ട് പോകാം. അടുത്ത പ്രോബ്ലം നമ്പർ എത്രയെങ്കിലും ആവട്ടെ, 4 നേടാം. ഫൈൻഡ് ദി ഡിസ്റ്റൻസ് ഓഫ് ദി ലൈൻ. ഫുൾ ക്വസ്റ്റ്യൻ എഴുതുന്നില്ല. ഫൈൻഡ് ദി ഡിസ്റ്റൻസ് ഓഫ് ദി ലൈൻ, ഒരു ലൈനിൻ്റെ ഇക്വേഷൻ എന്നൊക്കെ വേണം. യെസ്, ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ലൈൻ. ഈ ലൈൻ ഫൈൻഡ് ദി ഇക്വേഷൻ, ഫൈൻഡ് ദി ഡിസ്റ്റൻസ് ഓഫ് ദി ലൈൻ. ഫുൾ എഴുതിയേക്കാം. എളുപ്പ പരിപാടിക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യൻ മാറിപ്പോകും. ഫൈൻഡ് ദി ഡിസ്റ്റൻസ് ഓഫ് ദി ലൈൻ 3x + 4y - 12 = 0 ഫ്രം ദി ഒറിജിൻ. ഫ്രം ദി ഒറിജിൻ, ഇതാണ് ലൈൻ. ഒറിജിൻ എന്ന് പറഞ്ഞാൽ 0, 0. ഈ ഒറിജിനിൽ നിന്ന് ഈ ലൈനിലോട്ടുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? ഒറിജിനിൽ നിന്ന് ലൈനിലോട്ടുള്ള ഡിസ്റ്റൻസ് കാണാൻ നമുക്കൊരു ഫോർമുലയുണ്ട്. D = mod of c by root of a² + b². ഇതാണ് ആ ഫോർമുല. എന്താണ്? എ എന്ന് പറയുന്നത് എക്സിന് കോഎഫിഷ്യൻ്റായ 3 ആണ്. ബി എന്ന് പറയുന്നത് വൈയുടെ കോഎഫിഷ്യൻ്റായ 4 ആണ്. സി വേണ്ട, സി വേണം. സി എന്ന് പറയുന്നത് ആ കോൺസ്റ്റൻ്റ് ആണ്, -12. എക്സും വൈ ഇല്ലാത്തതാണ് സി. ഓക്കെ, ഡിസ്റ്റൻസ് ആണുള്ള ഫോർമുല കിട്ടി. അപ്പോൾ നമുക്ക് ചെയ്യാമല്ലോ. മോഡ് ഓഫ് സി എന്ന് പറഞ്ഞാൽ -12 ആണ്, ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് a². എ എന്ന് പറയുന്നത് 3 ആണ്. 3ൻ്റെ സ്ക്വയർ ഞാൻ 9 എഴുതിയേക്കാം അല്ലേ. 3ൻ്റെ സ്ക്വയർ പ്ലസ് b². ബിയുടെ സ്ക്വയർ 4 എഴുതിയേക്കാം. 4ൻ്റെ സ്ക്വയർ 16 പ്ലസ് മോഡ് ഓഫ് -12 ഡിവൈഡ് ബൈ root of 25. Yes, that is -12 divided by 25 root 5. മോഡിന് പുറത്തേക്ക് ഇറക്കുമ്പോൾ സൈൻ ഒന്നും വേണ്ട. 12/5. ഇതാണ് ഡിസ്റ്റൻസ്. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റി. ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോകാം. Find the slope of the line joining -26 and 48. സ്ലോപ്പാണെങ്കിൽ വളരെ എളുപ്പമല്ലേ. സ്ലോപ്പ് കണ്ടാൽ മാത്രം പോരാ, കൂടെ കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. ഫൈൻഡ് ദി വാല്യൂ ഓഫ് എക്സ്. ഫൈൻഡ് ദി വാല്യൂ ഓഫ് എക്സ് ഇഫ് ദി എബോവ് ലൈൻ ഈസ് perpendicular to the line joining. perpendicular എന്നാണ് എഴുതിയേക്കുന്നത്. perpendicular to the line joining 8, 12 and x 24. അതാണ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദി സ്ലോപ്പ് ഓഫ് ദി ലൈൻ ജോയിനിങ്. ഇതിന് സ്ലോപ്പ് ആണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് സ്ലോപ്പ് എന്ന് കണ്ടിട്ട് പിന്നെ ബാക്കി ആലോചിക്കാം. ഫസ്റ്റ് ലൈൻ കേട്ടോ, ഫസ്റ്റ് ലൈനിനെ കുറിച്ചുള്ള കാര്യമാണ് പറയുന്നത്. അതിൻ്റെ സ്ലോപ്പ് m1 എന്ന് എടുക്കാം. സ്ലോപ്പ് കാണാൻ നമുക്കറിയാലോ. എന്താണ്? y2 - y1 ഡിവൈഡ് ബൈ x2 - x1. അപ്പോൾ എങ്ങനെ കാണാം? 8 - 6 സ്ലോപ്പ് ആണുള്ള ഫോർമുലയാണ്. ഇതാണ് 2 പോയിൻ്റ്. ഇത് x1, ഇത് y1, ഇത് x2, ഇത് y2. അങ്ങനെയാണെങ്കിൽ y2 - y1 ഡിവൈഡ് ബൈ x2 - x1. അപ്പോൾ 8 - 6 ഡിവൈഡ് ബൈ x2 4 - -2. അത് ഞാൻ ഇങ്ങനെ ഇട്ടു, -2 ഇങ്ങനെ ഇട്ടു.
+2 ആയിപ്പോയി. ഓക്കെ, അപ്പോൾ 80 നിന്ന് 6 പോയ 2 6 കട്ട് ചെയ്യാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം 1/3. സ്ലോപ്പ് ഓഫ് ഫസ്റ്റ് ലൈൻ, സ്ലോപ്പ് ഓഫ് സെക്കൻഡ് ലൈൻ കൂടി കാണണം. M2 സ്ലോപ്പ് ഓഫ് സെക്കൻഡ് ലൈൻ. അപ്പോൾ ഈ ലൈൻ പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് ഫസ്റ്റ് ലൈൻ്റെ സ്ലോപ്പ് കണ്ട സെക്കൻഡ് ലൈനിൻ്റെ സ്ലോപ്പ് കാണാൻ ഇതിൻ്റെ റെസിപ്രോക്കൽ കണ്ടാൽ മതി. ഇപ്പോൾ പറഞ്ഞോളൂ, ഇതിൻ്റെ റെസിപ്രോക്കലാണ് 1/3 റെസിപ്രോക്കൽ 3. എന്നിട്ട് സൈൻ ഓപ്പോസിറ്റ് ആൽ മതി. അത് പ്ലസ് ആയതുകൊണ്ട് -2. അല്ലാതെ ഇങ്ങനെ M1 × M2 = -1, M1 × M2 = -1 ആണല്ലോ. ഇതിന് വാല്യൂ കൊടുക്കുകയാണെന്നും നിങ്ങൾ വേണ്ട. നിങ്ങൾ M2 ആണെങ്കിൽ എന്ത് ചെയ്യണം, തന്നിരിക്കുന്ന സാധനത്തിന് റെസിപ്രോക്കൽ ചെയ്തിട്ട് ഓപ്പോസിറ്റ് സൈനാക്കിയാൽ മതി. സ്ലോപ്പ് ഓഫ് സെക്കൻഡ് ലൈൻ കിട്ടി. അപ്പോൾ സെക്കൻഡ് ലൈനിൻ്റെ സ്ലോപ്പ് കിട്ടി. സെക്കൻഡ് ലൈനിൻ്റെ സ്ലോപ്പ് കിട്ടി. യെസ്. എന്താണ് ചോദിക്കുന്നത്? ഫൈൻഡ് ദി വാല്യൂ ഓഫ് എക്സ് ഇഫ് ദി അബോവ് ലൈൻ ഈസ് പെർപെൻഡിക്കുലർ ടു ദി ലൈൻ ജോയിനിങ് 8, 12 ആൻഡ് x24. അപ്പോൾ ഇത് സ്ലോപ്പ് കിട്ടി. ഈ ലൈനിൻ്റെ രണ്ടാമത്തെ ലൈനിൻ്റെ 2 പോയിന്റ് തന്നിട്ടുണ്ട്. എത്രയാണ്? 8, 12, x24. ഈ ലൈനിൻ്റെ സ്ലോപ്പ് നമുക്കറിയാം. നമുക്ക് എന്തറിയില്ല? അത് എക്സ് അറിയില്ല. ഈ 2 പോയിന്റ് ഉപയോഗിച്ചിട്ട് സ്ലോപ്പ് കണ്ടാലും ഈ സ്ലോപ്പായ -3 എന്നല്ലേ കിട്ടുള്ളൂ. ഒരു ലൈനിൻ്റെ സ്ലോപ്പ് ഏത് 2 പോയിന്റ് കൊണ്ട് കണ്ടുപിടിച്ചാലും സെയിം ആയിരിക്കും. ഇതിനകത്ത് ഈ ലൈനിൽ ഏത് പോയിന്റിൽ 2 പോയിന്റ് എടുത്തിട്ട് സ്ലോപ്പ് കണ്ടാലും സെയിം ആയിരിക്കണം. അപ്പോൾ ഈ 2 ലൈൻ എടുത്തിട്ട് സ്ലോപ്പ് കണ്ടാൽ ഈ പോയിന്റിലേ കിട്ടാവുള്ളൂ. അപ്പം അങ്ങനെ നമുക്ക് സ്ലോപ്പ് കൊണ്ട് നോക്കാം. എന്താണ്? y2 - y1 / x2 - x1 എന്ന് പറഞ്ഞ് ഈ ലൈനിൻ്റെ സ്ലോപ്പ് കണ്ടാ അതിൻ്റെ സ്ലോപ്പ് എന്താണ്? -3. ഓൾറെഡി അറിയാം നമുക്ക് ആ സ്ലോപ്പ്. ഈ -3 കിട്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ചെയ്യാം. y2 24 - y1 12 / x2 x - x1 8. ഓക്കെ, ഇങ്ങനെ എഴുതാൻ -3 കിട്ടണം. ഓക്കെ, മനസ്സിലായാലോ? 24 - 12 എന്ന് പറയുന്നത് എത്രയാണ്? 24. അപ്പോൾ നമുക്ക് ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. -3 × x - 8 ഇങ്ങനെ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ ഇങ്ങനെ 24 ൽ 12 പോയാൽ 12 ആണ്. ഓക്കെ, 12 ആണ്. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്യാം. 3 × x - 3x -3 × -8 + 24 = 24. ഇങ്ങനെ കിട്ടി. 24 - 12 എത്രയാണ്? 12 അല്ലേ? 24 അല്ലല്ലോ. പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എഴുതിയത് മാറിപ്പോയില്ലേ? അപ്പോൾ -3 × x - 8 -3 × x - 8 12 - 24 - 12 12. ആ 12 ഇവിടെ ഇങ്ങോട്ട് ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 12. ഓക്കെ, എളുപ്പവഴിക്കൊക്കെ പോകുമ്പോൾ തെറ്റിപ്പോവും. -3x = 12. 24 ഇപ്പോൾ കൊണ്ടായി -24. -3x = 12 - 24 -12. x = -12/-3, that is 4. അപ്പോൾ x 4 എന്ന് കിട്ടി. ഇതാണ് അതിൻ്റെ ആൻസർ.